ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അജ്മാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പദ്ധതികളുടെ ഭാഗമായി 2025 ജനുവരി 6 തിങ്കളാഴ്ച മുതൽ ഷെയ്ഖ് സായിദ് റോഡ് ഭാഗികമായി അടച്ചിടുമെന്ന് അജ്മാൻ പോലീസ് അറിയിച്ചു. നിർമ്മാണ കാലയളവിൽ എളുപ്പമായ ഗതാഗതം ഉറപ്പാക്കും. അതേസമയം പകരം റൂട്ടുകളുള്ള റോഡിന്റെ ഒരു ഭാഗത്തെ അടച്ചിടൽ ബാധിക്കും. പ്രദേശത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതുമാണ് വികസനത്തിന്റെ ലക്ഷ്യം. അടച്ചിടൽ ബാധിത പ്രദേശങ്ങളിൽ അൽ ഹീലിയോ, അൽ അമേറ, ഹമീദിയ പാർക്ക് എന്നീ സ്ഥലങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇവിടങ്ങളിലേക്കുള്ള ഗതാഗതം അടുത്തുള്ള റൂട്ടുകളിലേക്ക് റീഡയറക്ട് ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു. മുനിസിപ്പാലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്ററുമായി സഹകരിച്ച് അൽ ഖലീജ് അൽ അറബി സ്ട്രീറ്റിനെയും ഷാഖ്ബൌട്ട് ബിൻ സുൽത്താൻ സ്ട്രീറ്റിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് മുസഫയിലേക്ക് 2 പുതിയ പാലങ്ങൾ തുറന്നു. 315 മില്യൺ ദിർഹത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി ട്രാഫിക് ഫ്ലോ വളരെയധികം മെച്ചപ്പെടുത്തും. രാവിലെ സമയങ്ങളിലെ കാലതാമസം 80% വരെ കുറയ്ക്കും. ഓരോ പാലത്തിനും 5 പാതകളുണ്ട്. മണിക്കൂറിൽ 7500 വാഹനങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇതിന് ശേഷിയുമുണ്ട്. കൂടാതെ സൈക്കിൾ യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും പ്രത്യേക പാതകളുമുണ്ട്. അൽ ഖലീജ് അൽ അറബി സ്ട്രീറ്റിൽ 3 വരി മേൽപ്പാലവും ഷാഖ്ബൌട്ട് ബിൻ സുൽത്താൻ സ്ട്രീറ്റുമായി അൽ ഖലീജ് അൽ അറബി സ്ട്രീറ്റുമായി ബന്ധിപ്പിക്കുന്ന 2 വരി പാലവും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളം, മുസഫ, ഹുദൈരിയ ദ്വീപ് എന്നിവിടങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് ഈ പദ്ധതി പ്രയോജനപ്പെടും. ശൈത്യകാല അവധി ചെലവഴിക്കാൻ നാട്ടിലേക്ക് പോയ പ്രവാസികൾക്ക് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ ലഭിക്കുന്നു. പുതുവർഷവും നാട്ടിൽ ചെലവഴിച്ച് സ്കൂൾ തുറക്കും മുമ്പ് മടങ്ങിയെത്തുന്നവർക്ക് മുൻകാലങ്ങളെ അപേക്ഷിച്ച് പകുതി നിരക്കിൽ നിലവിൽ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യാം. വരും ദിവസങ്ങളിൽ ഒമാനിലെ ഇന്ത്യൻ വിദ്യാലയങ്ങളിൽ ക്ലാസുകൾ പുനരാരംഭിക്കും. നാട്ടിലേക്കുള്ള നിരക്ക് കുറച്ചതിന് പിന്നാലെയാണ് മടക്കയാത്രാ ടിക്കറ്റുകളും കുറഞ്ഞ നിരക്കിൽ വിമാന കമ്പനികൾ ലഭ്യമാക്കിയിരിക്കുന്നത്. യാത്രക്കാർ കുറഞ്ഞത് നിരക്ക് കുറയാനിടയാക്കി. അവസരം മുതലെടുത്ത് UAE ഉൾപ്പെടെ ഇതര ഗൾഫ് നാടുകളിലെ പ്രവാസികൾ ഒമാൻ വഴി ടിക്കറ്റ് എടുത്തും യാത്ര ചെയ്യുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ നിരക്ക് കോഴിക്കോട് മസ്കറ്റ് റൂട്ടിലും ഉയർന്ന നിരക്ക് തിരുവനന്തപുരം മസ്കറ്റ് റൂട്ടിലുമാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിൽ ജനുവരി 6, 7 കോഴിക്കോട് മസ്കറ്റിലേക്ക് 38 റിയാലാണ് ടിക്കറ്റ് നിരക്ക്. കൊച്ചിയിൽ നിന്നും മസ്കറ്റിലേക്ക് 44 റിയാലിന് വരെ ടിക്കറ്റുണ്ട്. കണ്ണൂർ സെക്ടറിൽ നിന്നും 42 റിയാലിനും ടിക്കറ്റ് ലഭ്യമാണ്. താരതമ്യേന ഉയർന്ന നിരക്കുള്ള തിരുവനന്തപുരത്ത് നിന്നും മസ്കറ്റിലെത്താനും 55 റിയാലിന് ടിക്കറ്റ് ലഭ്യമാണ്. സലാം എയർ അടക്കം മറ്റ് ബജറ്റ് എയർലൈനിലും സമാന നിരക്കിൽ ടിക്കറ്റുകളുണ്ട്. കോഴിക്കോട് നിന്നും സലാലയിലേക്ക് 38 റിയാലും കൊച്ചിയിൽ നിന്ന് 44 റിയാലുമാണ് നിരക്ക്. എന്നാൽ ജനുവരി ആദ്യ ദിവസങ്ങൾ കഴിഞ്ഞാൽ ടിക്കറ്റ് നിരക്ക് വീണ്ടും കുറയുന്നതായാണ് വെബ്സൈറ്റുകൾ നൽകുന്ന വിവരം. അതേസമയം ജനുവരി ആദ്യവാരത്തിൽ ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ ക്ലാസുകൾ പുനരാരംഭിക്കും. അതിനാൽ തന്നെ സ്കൂൾ തുറക്കും മുമ്പ് കുറഞ്ഞ ചെലവിൽ പ്രവാസി മലയാളികൾക്ക് മടങ്ങിവരാം. കേരളത്തിന് പുറത്തുള്ള വിമാനത്താവളങ്ങളിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാണ്. ഇത്തവണ അവധിയുടെ ആഴ്ചകൾക്ക് മുമ്പ് ഉയർന്ന ടിക്കറ്റ് നിരക്ക് ഈടാക്കിയിരുന്ന വിമാന കമ്പനികൾ പിന്നീട് നിരക്ക് കുറച്ചിരുന്നു. ഇതേ തുടർന്ന് ചെലവ് കുറഞ്ഞ യാത്ര പല പ്രവാസികൾക്കും സാധ്യമായി. പലരും ക്രിസ്മസ്, പുതുവത്സര ആഘോഷത്തിനായി നാട്ടിലേക്ക് പോവുകയും ചെയ്തു. നിരവധി കുടുംബങ്ങളും അവധിക്കാലത്ത് നാട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ മടങ്ങിയെത്തും. രാജ്യത്തേക്ക് കടത്താൻ പദ്ധതിയിട്ട 3 ലഹരി മരുന്ന് ശ്രമങ്ങൾ സകാത്ത് ടാക്സ് കസ്റ്റംസ് അതോറിറ്റി അധികൃതർ പിടിച്ചെടുത്തു. 2,20,000 നിരോധിത ഗുളികകളാണ് സൗദി മന്ത്രാലയം പിടിച്ചെടുത്തത്. കിങ് ഫഹദ് കോസ്വേ, ഹദീത്ത അതിർത്തി ക്രോസിംഗ്, ദുബൈ പോർട്ട് എന്നിവിടങ്ങളിലൂടെ നടത്തിയ 3 ശ്രമങ്ങളാണ് അധികൃതർ തടഞ്ഞത്. വാഹനങ്ങളിലും യാത്രക്കാരുടെ ലഗേജിലുമായാണ് നിരോധിത ഗുളികകൾ ഒളിപ്പിച്ചത്. കിങ് ഫഹദ് കോസ്വേയിലെ ആദ്യ ഓപ്പറേഷനിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ 1,20,370 ക്യാപ്റ്റഗൺ ഗുളികകളും 45,975 മറ്റ് നിരോധിത ഗുളികകളും വാഹനത്തിന്റെ 4 വാതിലുകളുടെ അറകളിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സൗദിക്ക് പിന്നാലെ ഷെറ്റിൻ കുപ്പിവെള്ളത്തിന് ഒമാനിലും നിയന്ത്രണം.
പ്രാദേശിക വിപണിയിൽ നിന്നും ഉൽപ്പന്നം പിൻവലിക്കാൻ സൗദി അറേബ്യ ഉത്തരവിട്ടതിനെ തുടർന്നതിന് പിന്നാലെയാണ് നടപടി. വെള്ളം അണുവിമുക്തമാക്കുമ്പോൾ ഉണ്ടാകുന്ന രാസവസ്തുവായ ബ്രാമൈറ്റ് വെള്ളത്തിൽ അമിതമായ അളവിൽ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി ഇത് പിൻവലിക്കാൻ ഉത്തരവിട്ടത്. സൗദിയിലെ യനൂബി നജിദ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ഷെറ്റിൻ കുപ്പിവെള്ളം നിർമ്മിച്ചിരുന്നത്. ഇന്ത്യയിൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നടത്തുന്ന കമ്പനികൾക്ക് പുതിയ നിർദ്ദേശം. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ആണ് നിർദ്ദേശം നൽകിയത്. അന്താരാഷ്ട്ര സർവീസ് നടത്തുന്ന കമ്പനികൾ യാത്രക്കാരുടെ വിവരങ്ങൾ കസ്റ്റംസ് അധികാരികളുമായി പങ്കുവെക്കണമെന്നാണ് നിർദ്ദേശം. 2025 ഏപ്രിൽ 1 മുതലാണ് പുതിയ നിർദ്ദേശം പ്രാബല്യത്തിൽ വരുന്നത്. നിർദ്ദേശം പാലിക്കാത്ത വിമാന കമ്പനികളിൽ നിന്നും പിഴയും ഈടാക്കും. 25,000 മുതൽ 50,000 രൂപ വരെയായിരിക്കും പിഴ. 2022 ഓഗസ്റ്റ് 8 പുറത്തിറക്കിയ പാസഞ്ചർ നെയിം റെക്കോർഡ് ഇൻഫർമേഷൻ റെഗുലേഷൻസ് അനുസരിച്ച് നാഷണൽ കസ്റ്റംസ് ടാർഗറ്റിംഗ് സെന്റർ പാസഞ്ചർ രേഖകളിൽ 2025 ജാനുവരി 10 രജിസ്റ്റർ ചെയ്തിരിക്കണം. CBIC അറിയിപ്പ് അനുസരിച്ച് UAE-യിൽ നിന്നുള്ള യാത്രക്കാർ ഉൾപ്പെടെ ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള അന്താരാഷ്ട്ര വിമാനങ്ങളിലെ എല്ലാ യാത്രക്കാർക്കും ഇത് ബാധകമാണ്. ട്രാൻസിറ്റ് യാത്രക്കാരും ഇതിൽ ഉൾപ്പെടും. വിമാനം പുറപ്പെടുന്നതിന് 24 മണിക്കൂർ മുമ്പ് യാത്രക്കാരുടെ വിവരങ്ങൾ നൽകണം. മൊബൈൽ നമ്പർ, പണമടച്ച തീയതി, ടിക്കറ്റ് നൽകിയ തീയതി, യാത്രാ പദ്ധതി, അതേ PNR-ലെ മറ്റ് യാത്രക്കാരുടെ വിവരങ്ങൾ എന്നിവ നൽകണം. ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും പോലുള്ള കോൺടാക്റ്റ് വിശദാംശങ്ങൾക്ക് പുറമെ ട്രാവൽ ഏജൻസിയുടെ വിവരങ്ങൾ, ബാഗേജ് വിശദാംശങ്ങൾ, കോഡ് ഷെയർ ഇൻഫർമേഷൻ, വിമാന ടിക്കറ്റുകൾ മറ്റ് വിമാന കമ്പനികൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങൾ എന്നിവയും നൽകണം. വിവരങ്ങൾ നൽകേണ്ടതിൻ്റെ ആദ്യഘട്ടം ഫെബ്രുവരി 10 ആരംഭിക്കും. ഏപ്രിൽ 1 മുതൽ വ്യക്തിഗത വിമാന കമ്പനികൾക്കും 2025 ജൂൺ 1 മുതൽ GDS വഴി പ്രവർത്തിക്കുന്ന വിമാന കമ്പനികൾക്കും പൂർണ്ണതോതിൽ നിർദ്ദേശം പ്രാബല്യത്തിലാക്കും. യാത്രക്കാരുടെ പേര്, മൊബൈൽ നമ്പർ, മറ്റ് വിശദാംശങ്ങൾ എന്നിവ സുരക്ഷിതമായി കൈകാര്യം ചെയ്യണമെന്നും സ്വകാര്യത ഉറപ്പാക്കണമെന്നും വിമാന കമ്പനികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മതം, ജാതി, വംശം, ആരോഗ്യ, രാഷ്ട്രീയ വിവരങ്ങൾ എന്നിവ ശേഖരിക്കുന്നത് കർശനമായി വിലക്കിയിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.